+1 +2 എക്സാംസിന് പരീക്ഷാ ഹാളിൽ ക്ലാസ് ടേബിൾ കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പം അല്ലേ. കുറേ പേര് പറയുന്നു എക്സാം ഹാളിൽ ക്ലാസ് ടേബിൾ കയറ്റാൻ പറ്റും. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറേ വീഡിയോസിൽ ക്ലാസ് ടേബിൾ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ കുറേ പേര് പറയുന്നു കയറ്റാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ ശരിക്കുമുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? ആ ഒരു രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും വേണമെന്ന് എനിക്ക് തോന്നുന്നു. സോ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണി. ഈ മാസം 4-ാം തീയതി മീൻസ് ഫെബ്രുവരി 4-ാം തീയതി DHSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിൻ്റെ ഒരു മാനുവൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു മാനുവലിലാണ് ഈ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ക്ലാസ് ടേബിൾ കയറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളത് ആ ഒരു മാനുവലിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ആ മാനുവലിൻ്റെ ഫ്രണ്ട് പേജ്. അപ്പം ആ ഒരു കുറേ അധികം പേജസ് ഉള്ള 133 പേജസ് ഉള്ള ഒരു PDF ആണത്. അപ്പോൾ ആ 133 പേജും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. മീൻസ് അതിൽ എക്സാമിനേഴ്സിൻ്റെ ഡ്യൂട്ടി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ 2 ഇയേഴ്സിൻ്റെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മാനുവലാണത്. അപ്പോൾ അതിൽ നിങ്ങൾ എന്തായാലും നോക്കേണ്ട ഒരു പേജ് എന്ന് പറയുന്നത് 49ാമത്തെ പേജാണ് ആ മാനുവൽ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അത് ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സ് ആണ്, എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ 2-3 ഇൻസ്ട്രക്ഷൻസ് മീൻസ് ഫസ്റ്റ് ബെല്ലിന് ക്ലാസ്സിൽ കയറണം, എക്സാം ഹാളിൽ കയറണം. അതുപോലെ തന്നെ അരമണിക്കൂർ കഴിഞ്ഞ് ഹാളിൽ കയറുന്ന കുട്ടികൾക്ക് മീൻസ് അരമണിക്കൂറിന് ശേഷം ഹാളിൽ കയറാൻ അനുവദിക്കില്ല. അപ്പം എക്സാം തുടങ്ങി അരമണിക്കൂറിനുള്ളിലെങ്കിലും നിങ്ങൾ പരീക്ഷാ ഹാളിൽ കയറിയിരിക്കണം. അതുപോലെ തന്നെ 3ാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം മീൻസ് എന്തെങ്കിലും കൊറോണ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. സോ നിങ്ങൾ മാക്സിമം ആ ഒരു എന്താ പറയുക കൊറോണ കാര്യങ്ങൾ അങ്ങനത്തെ പനിയൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 4ാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾ ഹാളിൽ കൊണ്ടുവരണം. മീൻസ് ഹാൾ ടിക്കറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. സോ ഇതെല്ലാം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് 5ാമത്തേതെന്ന് പറയുന്നത് നിങ്ങൾ കാൻഡിഡേറ്റ്സ് ഷാൽ ബ്രിങ് നെസസറി മെറ്റീരിയൽസ് സച്ച് ആസ് പെൻ, പെൻസിൽ, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, നോൺ പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽസ് ടു ദ എക്സാമിനേഷൻ ഹാൾ. അവിടെ ക്ലാസ് ടേബിൾ പറയുന്നില്ല കേട്ടോ. പെന്ന്, പെൻസിൽ, നോൺ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റേഴ്സ്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽസ്, ഇത്രയും നിങ്ങൾക്ക് ഹാളിനുള്ളിൽ കയറ്റാൻ പറ്റും. പിന്നെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയില്, പെൻസില്, റബ്ബർ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8ാമത്തെ ഇൻസ്ട്രക്ഷൻ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കോ. 8ാമത്തെ ഇൻസ്ട്രക്ഷനാണ് നമുക്ക് വേണ്ടത്. കാൻഡിഡേറ്റ്സ് ആർ നോട്ട് പെർമിറ്റഡ് ടു ബ്രിങ് ക്ലാസ് ടേബിൾ ഓർ എനി അതർ ഡാറ്റ ടേബിൾ ടു ദ എക്സാമിനേഷൻ ഹാൾ. ക്ലാസ് ടേബിളോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറൊരു ഡാറ്റ ടേബിൾസും എക്സാം ഹാളിൽ കയറ്റാൻ പാടില്ല എന്നാണ് ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആയിട്ട് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. ഓൾ റിക്വയർഡ് ഡാറ്റ ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഇറ്റ് സെൽഫ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഫോർമുലാസ് യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ മീൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ള ഫോർമുലാസ് ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ തരുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ആശ്വസിക്കാം. കാരണം ക്ലാസ് ടേബിൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫുൾ ഫോർമുലാസ് പഠിക്കണം എന്നുള്ളൊരു ടെൻഷനിൽ ഇനി വേണ്ട. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് ആവശ്യമുള്ള ഫോർമുലാസ് അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്ന് എക്സാമിനേഴ്സിന് തോന്നുന്ന ഫോർമുലാസ് ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം ക്ലാസ് ടേബിൾ ഇനി തപ്പി എവിടെയാണ് എന്ന് നോക്കി കൺഫ്യൂഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിന് യൂസ് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ വേറെ ഐഡൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ തന്നിരിക്കും. സോ ക്ലാസ് ടേബിൾ ഈ വർഷത്തെ എക്സാമിന് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ക്ലാസ് ടേബിൾ എക്സാം ഹാളിൽ കയറ്റാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ വർഷം തൊട്ട് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വന്നു. ഇനി അടുത്തത് 9ാമത്തെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻസ്ട്രക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാൻഡിഡേറ്റ്സ് ഷാൽ അറ്റൻഡ് ദ പാർട്ട് 1, 2 and 3 language examinations
in the language concerned or as per instructions contained in the question paper. Means part 1, part 2, part 3 languages means English, അതുപോലെ തന്നെ second language ഹിന്ദിയോ മലയാളമോ അങ്ങനെയുള്ളത്, അതുപോലെ part 3 languages കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ആ ലാംഗ്വേജസ് ആ എക്സാംസിനെല്ലാം നിങ്ങൾക്ക് അത് തന്നെ ആ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യണം. മീൻസ് ഇംഗ്ലീഷ് എക്സാമിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്ത് നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ മലയാളം ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ ഹിന്ദിക്ക് ഹിന്ദി തന്നെ യൂസ് ചെയ്യുക. ഇനി ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പറയാണ് ഒരു മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങളോട് പറയാണ് ഈ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിന് മലയാളം എഴുതാൻ പറഞ്ഞാൽ നിങ്ങളവിടെ മലയാളം എഴുതണം. ക്വസ്റ്റ്യനിൽ എന്താണോ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വൈൽ അറ്റൻഡിങ് ദ എക്സാമിനേഷൻസ് ഇൻ ഓൾ അതർ സബ്ജക്ട്സ് ദ കാൻഡിഡേറ്റ്സ് ആർ പെർമിറ്റഡ് ടു യൂസ് എനി ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ്: ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ആൻഡ് കന്നഡ. അപ്പം ഈ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലാംഗ്വേജസ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്ട്സിലും നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ എക്സാം അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാം, തമിഴിൽ എക്സാം അറ്റൻഡ് ചെയ്യാം, കന്നഡ ഭാഷയിൽ അറ്റൻഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഒരു എന്താ പറയുക ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ ഇപ്പോൾ പറയാം. മീൻസ് എക്സാം ഇപ്പോൾ മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികൾ അല്ലെങ്കിൽ തമിഴ് മീഡിയത്തിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികൾക്ക് അതിനാണ് നിങ്ങൾക്ക് മലയാളത്തിലാണ് പഠിക്കാൻ എളുപ്പമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ തന്നെ പഠിച്ചോ. നിങ്ങൾക്ക് എക്സാം എഴുതാനും മലയാളത്തിൽ എഴുതാനായിട്ട് പറ്റും. അതിനുള്ള പെർമിഷൻ ഇൻസ്ട്രക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ആ ഒരു രീതിയിൽ എങ്കിലും നിങ്ങൾ മാക്സിമം എന്താ പറയുക മലയാളം കുറച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. ഇംഗ്ലീഷിൽ ഒട്ടും പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ ബോട്ടണി സുവോളജിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചൊരു വിഷമം വരുന്നത് ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതുക, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ബാക്കി നോക്കി. ഹവർ കാൻഡിഡേറ്റ്സ് ഷാൽ നോട്ട് യൂസ് മോർ ദാൻ 2 languages ഇൻ എനി വൺ ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാം ഇതിൻ്റെ അകത്ത് മീൻസ് ഒരു ആൻസർ ഷീറ്റിൽ മാക്സിമം 2 സബ്ജക്ട്സ് ലാംഗ്വേജ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇംഗ്ലീഷ് യൂസ് ചെയ്യാം, മലയാളം രണ്ടും മിക്സ് ചെയ്ത് എഴുതാൻ പറ്റും. പക്ഷേ ഇംഗ്ലീഷ് മലയാളം എഴുതി ഇനിയിപ്പോൾ തമിഴ് അറിയാമെങ്കിൽ തമിഴും കൂടെ കൂട്ടി എഴുതി വെക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും മലയാളികൾക്ക് എന്തായാലും തമിഴ് അധികം അറിയാൻ ചാൻസ് കുറവാണ്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അവരാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം മാക്സിമം 2 ലാംഗ്വേജസ് മാത്രമേ നിങ്ങൾക്ക് എക്സാം ആൻസർ ഷീറ്റിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2ൽ കൂടുതൽ ലാംഗ്വേജസ് പെർമിറ്റഡ് അല്ല. പിന്നെ ഓഫ് ദ 2 languages യൂസ്ഡ് ഇൻ ആൻസർ സ്ക്രിപ്റ്റ് 1 ഷാൽ ബി ഇംഗ്ലീഷ്. പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്. 2 ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നതിൽ നിങ്ങളിപ്പം തമിഴ് അറിയാവുന്ന കുട്ടിയാണെന്നായിരിക്കും തമിഴിൽ എക്സാം എഴുതുന്ന കുട്ടി. ആ എക്സാം എഴുതുന്ന കുട്ടി ഒരിക്കലും മലയാളവും തമിഴും കൂടെ ചേർത്ത് എഴുതരുത്. എന്ത് ചെയ്യണം, ഇംഗ്ലീഷും തമിഴും എഴുതണം. അപ്പം 2 ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നതിൽ ഒരെണ്ണം എന്തായാലും ഇംഗ്ലീഷ് ആയിരിക്കണം. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. സോ +1 +2 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് എക്സാം ഹോളിൽ ക്ലാസ് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇനി ക്ലാസ് ടേബിൾ വെച്ച് പഠിക്കുന്ന ശീലം നിങ്ങൾ ഒഴിവാക്കുക. ക്ലാസ് ടേബിളിന് പകരം ഓരോ ക്വസ്റ്റ്യനിലും ആവശ്യമുള്ള ഡാറ്റാസ് ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ തരുമെന്നാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്താ പറയുക ഇതോർത്ത് ടെൻഷൻ അടിച്ചിരിക്കാണ്ട് ഇനിയുള്ള ദിവസങ്ങൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ.